ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേസ്റ്റായിട്ട് വീട്ടിൽ കിടന്നിരുന്ന ഒരു ഇരുമ്പ് പീസിൽ നിന്ന് ഒരു കത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് കിട്ടിയ വേസ്റ്റ് പീസിന് ഒരു ചെറിയ ബെൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബെൻഡ് നിവർത്തിയെടുക്കാൻ നേരിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ചിരട്ടൊക്കെ അങ്ങ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് നമുക്കത് ചൂടാക്കിയിട്ട് ആ ബെൻഡ് നമുക്ക് നിവർത്തിയെടുക്കാം. ഇപ്പോൾ ചൂടാക്കിയ പീസിനെ നമ്മൾ ബെൻഡ് നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ തുരുമ്പെല്ലാം ക്ലീൻ ആക്കി എടുക്കണം. നമ്മൾ കത്തിയുടെ ഷേപ്പ് നമ്മളൊരു പേപ്പറിൽ 2-3 മോഡലുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ഈ മെറ്റൽ പീസിൽ വരച്ചെടുക്കണം. വരച്ചെടുത്ത പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡിങ് വീലും ചേഞ്ച് ചെയ്തിട്ട് കട്ടിങ് വീലിടാം. അപ്പോൾ നമ്മൾ ആ മെറ്റൽ പീസിൽ നിന്ന് നമ്മൾ വരച്ച പോർഷൻ കട്ട് ചെയ്തെടുത്ത് ഈ ലൈനായിട്ട് കാണുന്ന അത്രയും പോർഷൻ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. കത്തിയുടെ പിടി ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മരത്തിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം.
കത്തിയുടെ പിടി ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ കത്തി ഇറക്കി വെക്കുന്നതിനായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മരത്തിൻ്റെ പീസിൻ്റെ ഉള്ളിലോട്ട് കത്തി ഇറക്കി വെച്ചിട്ട് ബാലൻസ് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. കത്തിയുടെ പിടി ലോക്കായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലോക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി 1 ഇഞ്ചിൻ്റെ മെറ്റൽ സ്ക്വയർ പൈപ്പിൽ നിന്ന് നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. കത്തിയുടെ ബാക്ക് പോർഷനിൽ കത്തി ഹോൾഡായിട്ട് ഇരിക്കുന്നതിനായിട്ട് ഒരു ചെറിയ മെറ്റൽ പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽഡിങ് മെഷീൻ കണക്ട് ചെയ്യുന്നു. കത്തി ഹാർഡനിങ് ചെയ്യുന്നതിന് മുമ്പ് മൂർച്ചയാക്കിയെടുക്കാം.
അപ്പോൾ ഹാർഡനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തീ കത്തിച്ച് കണലിൽ ചൂടാക്കി എടുത്തിട്ട് അത് ഓയിലിൽ മുക്കിയെടുക്കണം. ഹാർഡനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ കരി ഓയിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ തീയിൽ ചൂടാക്കി വെള്ളം ഉപയോഗിച്ച് തണുപ്പിച്ച് ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമുക്ക് കത്തി പിടിയിൽ ഉറപ്പിക്കാൻ വേണ്ടി സ്ക്രൂ ചെയ്യാൻ ഹോൾ ഇട്ട് കൊടുക്കാം.
Shredder up. Maybe all of them together. But if they stick to their stories, we're stuck with a perfect crime. It happens more than you think.